സോ ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ട്രിപ്പിൾ സിമിംഗ്. സോ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് റിട്രോ ഗ്യാരേജ്. സോ ഇത് നമ്മുടെ സ്വന്തം വർക്ക്ഷോപ്പാണ്. ഞാൻ തന്നെയാണ് ഇവിടുത്തെ മെക്കാനിക്കും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. സോ നമുക്ക് ഇതിപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട് ഡേ 2 ആണ്. ഡേ 1 നമ്മൾ ഒരു വണ്ടി ഒന്ന് നന്നാക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്തായിരുന്നു. ഓക്കെ, നമുക്കിപ്പോൾ ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടറിന് എന്തോ പറ്റിയെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും പോയി എഞ്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ശരിയാക്കി നോക്കാം. വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് എന്തേലും സ്റ്റാർട്ടാകുന്നത്. ഓക്കെ, സ്റ്റാർട്ടറിൻ്റെ കംപ്ലയിൻറ്റ് തന്നെയാണ്. നോക്കാം. സ്റ്റാർട്ടർ ജസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മളെ കയ്യിലുള്ള പൈസയൊക്കെ കൊടുത്ത് സ്റ്റാർട്ടർ റിപ്പയർ ചെയ്തു. ഓക്കെ, വണ്ടി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. വണ്ടി റെഡിയായി. ഓക്കെ, ആൾ സെറ്റായി. ഓക്കെ, നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആൾ വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ വേറെ ആൾക്കാർ ഒരുപാട് എന്തോ വിൻഷീൽഡിന് എന്തോ പറ്റിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വൈദ ഡിലേ, നമുക്ക് പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്തവർക്ക് കൊടുത്തേക്കാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഒരു സാധനം വാങ്ങാണ്ട്. അയ്യോ, സാധനത്തിൻ്റെ പേര് മറന്നു പോയല്ല. ഓക്കെ, വണ്ടി നമ്മൾ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വണ്ടി നമുക്ക് എടുക്കാം. അടുത്ത സാധനം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്കൊരു വിഷു കിട്ടിയിട്ടുണ്ട്. വണ്ടിയുടെ ടയറിന് എന്തോ പറ്റിയതാണ്. അപ്പോൾ ടയർ നന്നാക്കി എടുക്കുക, റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വണ്ടിയുടെ ടയർ റീപ്ലേസ് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, വൈദ ഡിലേ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിനി സാധനം വാങ്ങിക്കണം. അതിന് കാറ്റലോഗിൽ ചെന്ന് സാധനം ഓർഡർ ചെയ്ത് അത് വരണം. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകില്ലോ ദൈവമേ. ഫൈനലി അന്വേഷിക്കുന്ന സാധനം കിട്ടി, 100 രൂപ. സോ നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ കട്ടയൊക്കെ എടുത്ത് വെച്ച് നമ്മളൊന്ന് ശരിയാക്കി എടുത്തു. ഓക്കെ, വണ്ടി ശരിയാക്കി. ഓക്കെ, ഈ പുള്ളിക്കാരി നമുക്ക് 300 രൂപ തന്നിട്ടുണ്ട്. സോ അടുത്ത ഡിഫിക്കൽട്ടി മീഡിയ ഐ ടേൺ നത്തിങ് ഹാപ്പൻസ് ടൈം ന്യൂ കാർ. ചേട്ടാ വേണ്ട, അല്ല ചേച്ചി വേണ്ട, ന്യൂ കാറൊന്നും വേണ്ട, ഞാൻ ശരിയാക്കി തരാം. അപ്പോൾ നമ്മൾ വണ്ടി ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ ഈ ഒരു വണ്ടി ശരിയാക്കാൻ എൻ്റെ ബാറ്ററിക്ക് എന്തോ പറ്റിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാറ്ററി അഴിച്ചെടുത്തേക്കാം. ആദ്യം തന്നെ നമ്മൾ ബാറ്ററി അഴിച്ചെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് സ്കേർട്ട് എന്തോ പറ്റി. ഓക്കെ, ആ സാധനം ആദ്യം ശരിയാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാറ്ററി ഇനിയിപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. കാരണം ബാറ്ററി ടോട്ടലായിട്ട് അടിച്ചു പോയിട്ടുണ്ട്. ബാറ്ററി ഒന്നും നോക്കണ്ട, പുതിയ ബാറ്ററി മേടിച്ച് കൊടുത്തിട്ട് നമുക്ക് അവരുടെ നിന്ന് പൈസ മേടിക്കുമല്ലോ. ഓക്കെ, ബാറ്ററിക്ക് എന്താ 60, ഇതിൻ്റെ അകത്ത് 60 കോയിൻ കൊടുക്കണം നമുക്ക്. ഫൈനലി ബാറ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. സോ നെട്ടും പോയിട്ടൊക്കെ ഇട്ട് ആ വണ്ടി ശരിയാക്കി കൊടുത്തു. ഇനിയിപ്പോൾ കേസ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് പുതിയതായിട്ടൊരു വണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ വണ്ടി എടുത്തിട്ട് ആ ഒരു പഴയ വണ്ടി നമുക്ക് റീസ്റ്റോർ ചെയ്തെടുത്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സോ നമ്മുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോൾ ജോലിയൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നു. ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഞാൻ വീട്ടിൽ പോകണം. ഇപ്പോൾ നാളെ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഫൈനലി നമ്മൾ ഇന്ന് ടോട്ടലായിട്ട് നമ്മൾ 925 കോയിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ നാളെ കാണാം. ഏതെങ്കിലും ഒരു സെല്ലറിൻ്റെ അടുത്ത് ഓക്കെ, നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. സെല്ലറിൻ്റെ ഓഫറാണ്. ഒരു സെല്ലറിൻ്റെ അടുത്ത് വാങ്ങിക്കാമെന്നാണ് ഓർക്കുന്നത്. പ്രൈസ് എന്ന് പറഞ്ഞാൽ 5000 രൂപയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 5000 രൂപയ്ക്ക് ഈ ഒരു സാധനം മേടിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ആ വണ്ടി മേടിച്ച് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് മോനെ വണ്ടി. പക്ഷേ മൊത്തം പോയി കിടക്കുകയാണ്. ഇതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടി വരും. എല്ലാ സാധനവും അഴിച്ച് മാറ്റണം. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ഡോറും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റണം. ഞാൻ എല്ലാം ഓരോന്നായിട്ട് അഴിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം പോയ വണ്ടിയാണ്. ഇത് ഫുള്ള് റീസ്റ്റോർ ചെയ്യാൻ കുറേ സമയം എടുക്കും. സോ പകുതിയൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോക്കകത്ത് നിന്ന് കട്ട് ചെയ്യും. പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വ്ളോഗ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഇത് തീരുന്നതിനുള്ള ഓരോന്ന് അഴിച്ചഴിച്ച് എൻ്റെ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ് തോന്നുന്നത് ഈ വണ്ടി മേടിച്ചത്. പിന്നെ പണിയെടുത്തുണ്ടാക്കിയ കുറച്ച് കാശ് കൊണ്ടാണ് ഞാൻ ഈ സാധനമൊക്കെ വാങ്ങിച്ചത്. ഇപ്പോൾ അയ്യോ, ഒന്നാമതേ ഞാൻ മടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഡേ 3 ആണ് നമ്മുടെ വർക്ക്ഷോപ്പ് തുടങ്ങി. അപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ കിട്ടി. നല്ല വർക്ക്ഷോപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് വാങ്ങിക്കാനുണ്ട്. ഞാനൊരു സാധനം വാങ്ങിച്ചു, വിൻഷീൽഡ് മേടിച്ചു. അപ്പോൾ ഇതിൻ്റെ ഫുൾ അടിച്ച് പോയിട്ടിരിക്കുവാണ്. ഇത് എവിടെ വയ്ക്കും? ഓക്കെ, നമ്മൾ വിൻഷീൽഡ് ഫ്രണ്ടിലത്തെ നമ്മൾ വെച്ചിട്ടുണ്ട്. എനിക്കൊരു അബദ്ധം പറ്റി. എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടണം. ഈ പണിയെടുത്തേ അയ്യോ. നമുക്ക് ആ സാധനം മൊത്തം ഒന്ന് റീസ്റ്റോർ ചെയ്യാനുണ്ട്. കുറേ എടുത്തിട്ട് ഇതിൻ്റെ പണി തരുന്നില്ലല്ലോ. എനിക്കാണെങ്കിൽ ഇത് മനസ്സിലാവണമില്ല. കുറേ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നുണ്ട്. എനിക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ വണ്ടി ശരിയാക്കുന്നതുകൊണ്ടായിരിക്കും അല്ലേ? ആയിരിക്കും ഗൈസ്, ആയിരിക്കും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, മറ്റേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് കാറ്റലോഗിൽ കിടന്ന് ചാവും പണ്ടാറുള്ള കാര്യമായിട്ട് കുറേ നേരമായി. ഓക്കെ, നമ്മൾ സൈഡ് മിററും കാര്യങ്ങളൊക്കെ അങ്ങനെ അതും ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് വിൻഡോ, റൈറ്റ് വിൻഡോ, ഓക്കെ, ഫ്രണ്ട് വിൻഡോ. ഓക്കെ അത് ശരിയായി. ഫ്രണ്ടിലത്തെ റൈറ്റ് വിൻഡോയും കാര്യങ്ങളൊക്കെ പുതിയത് നമ്മൾ വെച്ചു. ഇനി കുറേ സാധനങ്ങൾ വെക്കാനുണ്ട്. ഇതിൻ്റെ ഡോറൊക്കെ കണ്ടില്ല. നമുക്ക് ഇനി ബോണറ്റും കാര്യങ്ങളൊക്കെ മാറ്റണം. കാരണം എല്ലാം തുരുമ്പെടുത്ത് പോയിരിക്കുക. ലെഫ്റ്റ് ഡോറിൻ്റെ വിൻഡോയും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് മേടിച്ചു. അതും വെക്കണം. അയ്യോ, ഇത് ഓൾറെഡി ഇരിപ്പിടുന്നാണല്ലോ പറയണേ. എനിക്ക് തോന്നുന്നു നമ്മൾ ആ പഴയ സാധനം എടുത്തിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ വെച്ചായിരുന്നു. അബദ്ധമാണല്ലോ മോനെ കാണിച്ചത് ഞാൻ. ഫൈനലി നമുക്ക് വണ്ടിയുടെ ബാക്കിലത്തെ ബമ്പറും കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കാം. ഓക്കെ, അഴിച്ചെടുത്തു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അഴിച്ചെടുത്തില്ല അല്ലേ? ഞാൻ എന്ത് മണ്ടനാണ് ഞാനെന്താ ഇങ്ങനെ? ഓക്കെ,
എന്തായാലും ഇതിൻ്റെ വണ്ടി ഫുള്ള് റീസ്റ്റോർ ചെയ്യാം. ഓക്കെ, നമുക്ക് സാവകാശം ചെയ്യാം. വെയിറ്റ് ആൻഡ് സീ ഗൈസ്. വണ്ടി ഫുള്ള് പവർഫുൾ ആക്കുന്നു നമ്മൾ. ഗൈസ് നമ്മൾ ബോഡി ഫുള്ള് പണിതിറക്കി. എവിടെ എന്ത് ചെറിയ തകരാറുണ്ട് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് വണ്ടിയുടെ അകത്തെ ഭാഗങ്ങളിലോട്ടൊക്കെ ചെന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകം ഫുള്ള് നിറച്ച് പോയിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് എൻ്റെ കിളി പോയി എന്നുള്ളതാണ് നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. ഞാൻ കാണിച്ചാൽ എൻ്റെ സാധനം കാണിച്ചിട്ടുണ്ട്, തുടുമ്പെടുത്ത് പോയി സാധനം കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കിളി പോവും. ഇതിൽ എത്ര രൂപയാവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെ കയ്യിലുള്ള പൈസ ഇത് നോക്കുക ഗൈസ്. ഇതിൻ്റെ ഒരു വ്യൂ നോക്കുക. നിങ്ങളെല്ലാം പോയിരിക്കുക. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. ഇത് തന്നെ ടയർ. ഇതിന് ഇങ്ങനെ വന്ന് ഫോണിനെക്കാളുള്ള ഗൈസ്. പണി. അയ്യോ മച്ചാനേ, പണി കിട്ടി. ഓക്കെ, എന്തോന്നടാ പണിയെടുത്തിട്ട് തീരുന്നില്ല. നമ്മൾ പഴയ സാധനങ്ങളൊക്കെ മാറ്റി പുതിയ സാധനങ്ങൾ വെച്ചു. എന്നാലും എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ എഞ്ചിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. എഞ്ചിനും നല്ല പണിയുണ്ട്. ഓക്കെ, അതിനെന്തോ സാധനം വേണമെന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് സിലിണ്ടർ സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സാധനങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റാർട്ട് ആവില്ല. സോ ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് അഴിച്ചെടുക്കണം. ഇത് കുറേ പണിയുണ്ടല്ലോ സുഖവേ. ഹേ ഗൈസ്, ഇപ്പോൾ ഈ വണ്ടി നമ്മൾ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ കട്ടായി പോയി. ഞാനത് കണ്ടില്ലായിരുന്നു ഗൈസ്. ഞാൻ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. സോ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ ഈ എഞ്ചിൻ പണിയുന്നതിടം വരെ വണ്ടി ഫുള്ള് പണിത് ഇറക്കി. നമ്മളത് നമ്മൾ സെല്ലറിന് തന്നെ തിരിച്ച് വിറ്റു. അപ്പോൾ നമ്മൾ 5000 രൂപയ്ക്ക് മേടിച്ച സാധനം നമ്മൾ വിറ്റത് 9000 രൂപയ്ക്കാണ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഞാനതൊരു ടോട്ടൽ വീഡിയോ ആക്കണം എന്നാണ് വിചാരിച്ചത്. ബട്ട് ഞാൻ അറിഞ്ഞില്ല കേസ് ഇത് കട്ടായി പോയ കാര്യം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള മറ്റു സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.